ഹായ് ഓൾ, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. ഇന്ന് നമ്മളൊരു കോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ എല്ലും ഇറച്ചിയും 1.5 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കപ്പ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. കപ്പ വേവുന്ന സമയത്ത് നമുക്കിവിടെ ഇറച്ചി തയ്യാറാക്കാം. ഇറച്ചി വേവിക്കുന്ന കുക്കറിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് ഒരു 3 പച്ചമുളക് കീറിയത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, 4 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 2 മീഡിയം സൈസ് സവോളയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് സവോള ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കി പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാൻ ഇതിലേക്ക് വേവിക്കുന്നതിന് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും നമ്മൾ വേവിക്കുമ്പോൾ.
ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഇറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തും തേങ്ങയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗോൾഡൻ ബ്രൗൺ ആയി നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കാരണം തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇറച്ചിയും കപ്പയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി കടുക് പൊട്ടിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലും കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.